നല്ല പോലെ ഇതിപ്പോ ഞാൻ അടിച്ചുള്ളിക്കാക്കി നല്ല പോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ നമ്മള് അടുത്ത പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ ലൈഫ് എന്ന് പറഞ്ഞാൽ കപ്പിളിന്റെ കാർ ലൈഫ്. തുപ്പലൊക്കെ തെറിക്കും കപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോട്ടെ ഞങ്ങളുടെ ബെഡൊക്കെ ഇതാ, പില്ലൊക്കെ ഇതാ. ഞാൻ വണ്ടി ഓടിക്കുക, വണ്ടി സൈഡ് കുഴപ്പമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. കാർ ലൈഫാണ് പ്ലാൻ ചെയ്യണത്. ഞങ്ങൾ ഇനിയിപ്പോ ഒരു എത്ര ചിലപ്പോ ഇങ്ങനെ അങ്ങോട്ട് പോവാ, എവിടേക്കാ പോകണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ കുറച്ച് 3-4 സജഷൻ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സിംഗിൾ സ്ഥലം മതിയോ അതോ ഓൾ ഇന്ത്യ വേണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ പൈസ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ റൊട്ടിക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്രോൾ അടിക്കാൻ പൈസ തരണം. അതിന് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി വരുന്ന സമയം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡ് കുറച്ച് നോക്കണം. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തേക്കാണ്, ഇതിനായിട്ട് ഒരു വണ്ടി എടുത്തേക്കാണ്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മളെന്തായാലും ഇറങ്ങി. ഫസ്റ്റ് നമ്മൾ ട്രയൽ പോകാൻ വേണ്ടി പോണത് കൊടൈക്കനാലാണ്. അപ്പോൾ കൊടൈക്കനാലിലെ ചെറിയൊരു വ്ളോഗ് അല്ല ഇത്, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിടുന്ന വീഡിയോ ആണ് ഇത്. ചിലപ്പോൾ കൊടൈക്കനാലിൽ മാത്രമായിട്ട് വരും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ആഡായിട്ട് വരും. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വരുന്ന വീഡിയോ ഇങ്ങനെ ബാക്കി മെല്ലെ എടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ചലഞ്ചിങ് ഡ്രൈവിംഗ് ആണ് കേട്ടോ അവിടെ നടത്തിക്കൊണ്ടിരിക്കണേ. ബാക്കിൽ വരുന്ന ആൾക്ക് ഞാൻ വഴി കാണിച്ചു കൊടുക്കുക. ഏത് മൂഡ്. ഇനി കൊടൈക്കനാലെത്താൻ ഇനി 30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ ഇതേപോലെ പോകാണെങ്കിൽ ഒന്നും കാണാണ്ട് ഏതെങ്കിലും കൊക്കയിൽ കിടന്ന നമ്മൾ നാളെ വ്ളോഗിലൊന്നും വരില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ കൊക്കയിൽ കിടക്കും തോന്നുന്നുണ്ട്. അപ്പോ കണ്ടോ, വഴി തീരെ കാണാനല്ല, ഒട്ടും കാണാനല്ല. നിങ്ങൾക്കൊന്നും കാണില്ല, നമുക്കൊന്നും കാണാനില്ല. അപ്പൊ ശരി, പോയി. ഗൈസ് ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ രാത്രി ചെറിയ എന്തൊക്കെ ബൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് വീഡിയോ ആയിട്ടൊന്നും എടുത്ത് വെച്ചില്ല. ഭയങ്കര സൂപ്പർ ക്ലൈമറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വീഡിയോയില് ലൈക്ക് എത്ര കണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഭയങ്കര ഫോഗിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത് മൂഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ മെല്ലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം. ഇന്നലെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി. ഞങ്ങള് കാർ ലൈഫൊക്കെ പ്ലാൻ ചെയ്ത് തന്നതാ. ഞങ്ങൾ എന്നിട്ട് ഒരു ഇല്ലടാ, എന്നാലും ഞങ്ങളിവിടെ ഒരു 12 മണിയൊക്കെ ആയി എത്തി. ഞങ്ങൾ എന്നിട്ട് ലേക്കിൻ്റെ അവിടെ പോയി വണ്ടി കിടന്നിട്ട് ഒരു 6 മണി വരെ കിടന്നു. 6 മണി വരെ കിടന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയത്. ഭയങ്കര തണുപ്പ്, കാറിനുള്ളിൽ ഒന്നും കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പോയിട്ട് റൂം എടുത്തു. പിന്നെ അങ്ങനെ ചെയ്തു. സിബിടാൻ മറന്നുപോയി, അത് വേറെ കാര്യം, കുഴപ്പമില്ല. പക്ഷെ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയുമോ, ലാസ്റ്റ് ഇവിടെ ഏതോ ഒരു ഹില്ലിന്റെ മുകളിൽ റൂം എടുത്തു. റൂമൊക്കെ അടിപൊളിയാ, വ്യൂ അടിപൊളിയാ. പക്ഷെ ഉണ്ടല്ലോ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയറണം എന്ന് പറഞ്ഞാൽ ഒരു 3.5 കിലോമീറ്റർ നമ്മൾ വിചാരിക്കണമല്ല. 3.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുൾ കയറ്റം. എന്നിട്ട് ഇപ്പം എന്തായി, ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങുക. ലൈക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൂമ്പാറ, കൂക്കൽ, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളില്ല, അതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. ഞങ്ങളിവിടെ ഗുണാക്കി വന്നിട്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കര ടാസ്ക്, ഭയങ്കര ക്രൗഡ്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കല് പോസിബിൾ അല്ല. എത്ര ആൾക്കാരല്ലേ ഒരു സ്ഥലത്ത് ഭയങ്കര ക്രൗഡ്. അപ്പൊ ഞങ്ങളെവിടെ സ്കിപ്പ് ചെയ്യാം, അടുത്ത സ്ഥലത്ത് പിടിക്കുക. അടുത്ത സ്ഥലം നമുക്ക് അറിയൊന്നുമില്ല, വെറുതെ പിടിച്ചു നോക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. ഹായ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഗുണാക്കേവ് പോയി, അത് പറഞ്ഞല്ലോ. അവിടെ പോയി, അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂമ്പാറയിൽ പോയി, അവിടെ ഒന്നും കണ്ടില്ല. അവിടെ ഒന്നും കാണാൻ അറിയാത്തോണ്ടാണെന്ന് അറിയില്ല, എന്തായാലും അവിടെ ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പോണ വഴിയാട്ടോ. ഞങ്ങള് വണ്ടി ഒരു സ്ഥലത്ത് നിർത്താൻ നോക്കുമ്പോ അവിടെ ഒക്കെ മഞ്ഞുണ്ട്. വണ്ടി നിർത്തി അവിടെ നിന്ന് ഇറങ്ങി ഫോൺ ഇങ്ങനെ എടുത്താ അപ്പം മഞ്ഞ് പോയി. അങ്ങനെ ഇവ 2 തവണ അങ്ങനെ ഇറങ്ങി വീഡിയോ, 2 തവണ മുഞ്ചി. ഇനി വണ്ടിക്കകത്ത് ഞാൻ ഉണ്ട്, പക്ഷെ ഇന്നെ കാണുന്നുണ്ടാവും. ഇനി ഞങ്ങള് റൂമിൽ പോവാ. ഇനി പിന്നെ ബാക്കി പിന്നെ. മോർണിംഗ് നമ്മളപ്പോ കൊടൈക്കനാല് വിടാൻ പോവാണ്. അപ്പൊ എന്താ ഭയങ്കര അവിടെ
ഭയങ്കര ക്ലൈമറ്റ് അവിടെ, ഭയങ്കര ക്ലൈമറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ പോരാ, ഭയങ്കര തണുപ്പ്. എന്നെ കൊണ്ടൊന്നും അയ്യോ എന്നിട്ടാണ് ഞങ്ങൾ ഈ ടീഷർട്ട് ഇട്ട് നടക്കുന്നത്. ഭയങ്കര ഇതിൻ്റെ കാറിൻ്റെ ഉള്ളിൽ കയറിയാലേ ഒരു സമാധാനമുള്ളൂ, അതുവരയ്ക്കും ഭയങ്കര തണുപ്പ് തന്നെ എനിക്ക്. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പരിപാടി ഇവിടെ ഒരു ഗ്രീൻ വാലി എന്തുവാ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, യൂട്യൂബിൽ ഇടാൻ പാകത്തിന് ഒന്നും എടുത്തിട്ടില്ല. ഒരു അടിപൊളി സ്ഥലം കിട്ടി, പക്ഷെ അവിടെ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി നോക്കി അവിടുത്തെ സമയം അങ്ങനെ കഴിച്ചു. പിന്നെന്താ പിന്നെ പോയ സ്ഥലങ്ങളൊക്കെ മൂഞ്ചല. പിന്നെ ഞങ്ങൾ മറ്റേ ഇത് പറഞ്ഞിട്ടുണ്ട് അതിലിങ്ങടുത്ത് കാർ ലൈഫൊക്കെ ഞങ്ങൾ നോക്കി. എൻ്റെ പൊന്നോ, ഒരു 4 മണി 5 മണി ആയപ്പോണ്ടല്ലോ ഒരു തണുപ്പ് ഇങ്ങോട്ട് വന്നു. തണുപ്പില് ഞങ്ങളങ്ങോട്ട് കിടുകിടാ പറിച്ചിട്ട് ബാക്കിൽ നിന്ന് മറ്റേ ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ടൊരു കാര്യം ഉണ്ടായില്ല എന്നും പോലും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് ഒരു റൂം എടുത്തു, അതിനെ റൂമിലേക്ക് ഇടുന്നു. എല്ലാണ്ട് എന്ത് ചെയ്യാനല്ലേ അല്ലേ. അപ്പോൾ ഇനി ഗ്രീൻ വാലി എന്താ വ്യൂ അവിടെ കൂടെ പോയിട്ട് നമ്മൾ നേരെ റിട്ടേൺ വീട്ടിലോട്ട്. അടുത്ത പരിപാടി അടുത്തടുത്ത് വരും. അപ്പോൾ ബാംഗ്ലൂർ അങ്ങനെ പോകുമ്പോൾ കുറച്ച് ലെങ്ത് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ ലെങ്ത് എത്തും. അങ്ങനെ ഞങ്ങൾ വന്നു. എവിടെയാ ഇതെവിടെ സ്ഥലം? യെസ്, ഗ്രീൻ വാലി വ്യൂ എന്ന് പറഞ്ഞു വന്നത്. അടിപൊളി വ്യൂ. ഇതിൽ സത്യം പറഞ്ഞ ഒന്നും കാണാനില്ല, ഫുൾ ഫോഗ് മൂടി കിടക്കുക. അപ്പോൾ വ്യൂ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. യെസ്, അലീനക്ക് എന്താ പറയാനുള്ളത്? മൂഞ്ചി മഞ്ഞത്ത് മൂടിയില്ലേ. ഇതാ ഇവിടെ ഇങ്ങനെയാണ് ക്ലൈമറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വന്ന് കണ്ടോ. എല്ലായിടത്തും ഇല്ല, പക്ഷെ എന്നാലും ഉള്ളയിടത്തൊക്കെ ഉണ്ട്. അലീന ചേച്ചി അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ നല്ല ക്ലൈമറ്റ് കേട്ടോ. വീഡിയോ എടുക്കണമെങ്കിൽ എന്താ പറയുക. അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ വരാൻ താല്പര്യമുള്ളവർ വന്നു. പിന്നെ വീക്കെൻഡ്സ് വരാണ്ടിരിക്കാൻ നോക്കുക. വീക്കെൻഡ്സ് വന്നു കഴിഞ്ഞാൽ മൂഞ്ചും, അങ്ങനെ ക്രൗഡ് അവിടെ. സോ നമുക്കിങ്ങനെ നല്ല വീട്ടിലോട്ട് പോകണേൻ്റെ വ്ളോഗ് എടുത്തിട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടി ലെങ്ത് കൂട്ടും. ഏത് മൂട്. യെസ്, ഫൈനലി ഞങ്ങൾക്ക് നല്ല മഞ്ഞ് കിട്ടി, നല്ല മഞ്ഞ്, ഭയങ്കര ഫോഗ്. അപ്പം നമ്മൾ വലിയൊരു കുണ്ട് കൊണ്ടിട്ട് ബമ്പറിൻ്റെ ക്ലിപ്പൊക്കെ ഊരിച്ചാടിയുണ്ട്. ഇനിയിപ്പോൾ ബമ്പർ പൊട്ടിയില്ലേ എന്നൊക്കെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കാണിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പണി കൂടി കിട്ടിയിട്ടുണ്ട്. എന്തൊരു കഷ്ടകാലം അല്ലേ. നല്ല പോലെ ഇതിപ്പോൾ ഞാൻ അടിച്ചുള്ളിക്കാക്കിയ നല്ല പോലെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, ആകെ കഷ്ടകാലമായിപ്പോയി. കഷ്ടകാലം. ഇതൊക്കെ കിടന്ന് ആടണില്ലല്ലോ. നേരത്തെ ആട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇങ്ങോട്ടാക്കുമ്പോഴായിരുന്നു. അപ്പോൾ സോ നമ്മൾ ഇനി മെല്ലെ ഇറങ്ങാണ്. മെല്ലെ ഇറങ്ങിയിട്ട് ബാക്കി ഇങ്ങനെ വരും വീഡിയോയിൽ ഇങ്ങനെ കാണാം. ലല്ലീന ബൈ. ഈ കാട് മൊത്തം ഫോറസ്റ്റാ. ഈ ഫോറസ്റ്റിൽ ഇതാ അലീനയുണ്ട്. നല്ല ഫോഗുണ്ട്. ആൻഡ് നമ്മുടെ വണ്ടി സൂപ്പറായിട്ട് വലിയ നമുക്ക് ഒരു മഞ്ഞ് സൂപ്പറായിട്ട് കിട്ടിയിരുന്നു. വീഡിയോ ഒക്കെ ഞാൻ ഇതിലിടും. ബാക്കിലൊക്കെ നോക്കി ഇത് കട്ട മഞ്ഞല്ലേ. യെസ്, നമുക്ക് മഞ്ഞ് കിട്ടി. യെസ് നമുക്ക് ഫുൾ മഞ്ഞ് കിട്ടിട്ടാ. ഫുൾ മഞ്ഞിലാണ്. ശരിക്കുണ്ടല്ലോ ഇവിടെ ഈ റോഡാണ്, ഇവിടെ സൂപ്പർ മഞ്ഞുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ അടിപൊളിയാണ്. ഗൈസ്, നമ്മൾ മഞ്ഞിന്റെ ഇടയിൽ കൂടെ പോയോണ്ടിരിക്കുകയാണ്. ഗൈസ് എല്ലാരും വരും. ഗൈസ് മഞ്ഞ് കഴിഞ്ഞാ സോറി ട്ടാ. നല്ല വീഡിയോ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ മഞ്ഞിന്റെ ഇടയിൽ. അത് വേണ്ട, നമുക്ക് അത്ര റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ ഓടിക്കണതാണ്. ഞാൻ ഓടിച്ചിട്ട് തന്നെ വണ്ടിക്ക് അവിടെ ഇവിടെ ഒക്കെ ഓരോ ഇടികളായിട്ട്. അപ്പോ എന്തായാലും ഉണ്ടല്ലോ എല്ലാരും ഡിസംബറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ എന്തോ സ്ഥലത്തിന് പേര് കൊടൈക്കനാലൊക്കെ വന്നു. സൂപ്പറാണ് കേട്ടോ. നല്ല സാറ്റർഡേ സൺഡേ ഒഴികെ ബാക്കി ഏത് ദിവസം വന്നു നല്ല ക്ലൈമറ്റ് ആണ്. നന്നായിരിക്കും. അങ്ങനെ കാണിക്കാൻ പറ്റില്ല, പോലീസുണ്ട്. ഓക്കെ ബൈ, അത്രേ ഉള്ളൂ.